ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനായി കൂടുതൽ എക്സാമിനർമാരെ സർക്കാർ നിയമിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ലൈസൻസ് കിട്ടാനുള്ള കാത്തിരിപ്പ് സമയം 7 ആഴ്ചയായി കുറയ്ക്കുന്നതിനുള്ള വിപുലമായിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് എന്ന് മന്ത്രി ലിലിയൻ ഗ്രീൻവുഡ് പറഞ്ഞു. ഈ വർഷം ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് അവസാനം വരെയുള്ള 12 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 1.9 ദശലക്ഷമായി എന്നാണ്. ഈ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ബ്രിട്ടനിലുടനീളം 450 ഡ്രൈവിംഗ് എക്സാമിനർമാരുടെ റിക്രൂട്ട്മെന്റും പരിശീലനവും ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നടപടികളിൽ ഉൾപ്പെടുന്നു. ഗുരുതരമായതോ അപകടകരമായോ ആയ തെറ്റുകൾ വരുത്തി പരാജയപ്പെടുന്ന പഠിതാക്കൾക്ക് പുതിയ ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനയും നടക്കുന്നുണ്ട്. മറ്റൊരു ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് പഠിതാക്കളുടെ ഡ്രൈവർമാർ നിലവിൽ 10 പ്രവൃത്തി ദിവസങ്ങൾ കാത്തിരിക്കണം. ഈ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ നടത്തിപ്പിൽ സമൂലമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ തങ്ങൾക്ക് ലഭിച്ച കാത്തിരിപ്പ് സമയം വളരെ കൂടുതലാണെന്നും സർക്കാർ നടത്തുന്ന ഇത്തരം അടിയന്തര ഇടപെടലുകൾ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനും ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരു പരിധിവരെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ലിലിയൻ ഗ്രീൻവുഡ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.